എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 276 സൂറത്ത് നഹ്ലിലെ 80 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ്. എൻ്റെ പേര് നജിയ. എൻ്റെ പേര് ഹിബ്സ. أعوذ بالله من الشيطان الرجيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. കാലികളുടെ തോലുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ നൽകിയിരിക്കുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസവും നിങ്ങൾ താവളമടിക്കുന്ന ദിവസവും നിങ്ങൾ അവ അനായാസം ഉപയോഗപ്പെടുത്തുന്നു. ചെമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമങ്ങളിൽ നിന്ന് ഒരവധി വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങളും ഉപഭോഗ സാധനങ്ങളും അവൻ നൽകിയിരിക്കുന്നു. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. അള്ളാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ അവൻ അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് നിങ്ങളെ കാത്തു രക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. നിങ്ങൾ അവന് കീഴ്പ്പെടുന്നതിനു വേണ്ടി. فإن تولوا فإنما عليك البلاغ المبين. ഇനി അവർ തിരിഞ്ഞുകളയുന്ന പക്ഷം നിനക്കുള്ള ബാധ്യത കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പ്രബോധനം മാത്രമാകുന്നു. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർ മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. അവരിൽ അധിക പേരും നന്ദി കെട്ടവരാകുന്നു. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. പിന്നീട് സത്യനിഷേധികൾക്ക് ഉരിയിടാൻ അനുവാദം നൽകപ്പെടുകയില്ല. പരിഹാരം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയുമില്ല. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ നേരിട്ട് കാണുമ്പോഴാകട്ടെ അതവർക്ക് ലഘൂകരിച്ച് കൊടുക്കപ്പെടുകയുമില്ല, അവർക്ക് ഇടനൽപ്പെടുകയുമില്ല. وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون. അള്ളാഹുവോട് പങ്കു ചേർത്തവർ തങ്ങൾ പങ്കാളിയാക്കിയവരെ പരലോകത്ത് വെച്ച് കണ്ടാൽ ഇപ്രകാരം പറയും: ഞങ്ങളുടെ രക്ഷിതാവേ, നിനക്ക് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഞങ്ങളുടെ പങ്കാളികളാണിവർ. അപ്പോൾ പങ്കാളികൾ അവർക്ക് നൽകുന്ന മറുപടി തീർച്ചയായും നിങ്ങൾ കള്ളം പറയുകയായിരുന്നു എന്ന വാക്കായിരിക്കും. وألقوا إلى الله يومئذ السلم وضل عنهم
ما كانوا يفترون. ആ ദിവസം അവൻ അർപ്പണം അല്ലാഹുവിന് നൽകുന്നതും അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അവരെ വിട്ട് മാറിക്കളയുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.